ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ചെറിയൊരു കൺസ്ട്രക്ഷൻ പാർട്ടുമാണ് നമ്മൾ പറഞ്ഞത്. ആ രണ്ട് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ഫാരഡേസ് ലോ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ഒരുപാട് ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ എങ്കിലും പ്രധാനമായിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൈൻഡിങ്, കോറിൽ എങ്ങനെയാണ് വൈൻഡിങ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഷെൽ ടൈപ്പ്, കോർ ടൈപ്പ് എന്ന് പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷനിൽ ഡിഫറൻസ് എല്ലാമാണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതുകൊണ്ട് നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് ടോപ്പിക്കാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. അതായത് എന്താണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ഫോമറിനകത്ത് പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണ്. ഒന്ന് വൈൻഡിങ് ആണ്, രണ്ടാമത്തത് കോറാണ്. നമുക്ക് ആ രണ്ടിൻ്റെയും കൺസിഡറേഷൻ പറഞ്ഞാൽ മതിയാകും, ആ രണ്ടിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകും. അതെങ്ങനെയാണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് എങ്കിൽ ഞാൻ ആദ്യമേ പറയാം, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കലായിട്ട് ഒരിക്കലും പോസിബിൾ അല്ല. ഒരിക്കലും നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യം എന്തായാലും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം മാക്സിമം നമുക്ക് ഇതിൻ്റെ ലോസസും അതുപോലെ തന്നെ കുറച്ചുകൊണ്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ലോസസ് ആയിരിക്കും. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നോ ലോസസ്. അതെങ്ങനെയാണ് നോ ലോസസ് വരുന്നത്? ഉദാഹരണം പറഞ്ഞാൽ രണ്ട് വൈൻഡിങ് ഉണ്ട് അല്ലേ? ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് രണ്ട് വൈൻഡിങ് ഉണ്ട് ഇല്ലേ? ആ രണ്ട് വൈൻഡിങ്ങിൻ്റെയും റെസിസ്റ്റൻസ്, വൈൻഡിങ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഓമിക് റെസിസ്റ്റൻസ് നമുക്ക് പറയാം. വൈൻഡിങ് റെസിസ്റ്റൻസ് എന്തായിരിക്കും ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് വൈൻഡിങ് റെസിസ്റ്റൻസ് 0 ആണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ആ ലോസ് എന്താണ്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ അതിൽ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്ന് ലോസ് ആണെന്ത്? I²R ലോസ് അല്ലേ? I²R ലോസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ കോപ്പർ ലോസ് എന്ന് പറയും, അത് 0 ആയിരിക്കും. എന്തിൻ്റെ? ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തായാലും അറിയാം, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സായി ഗ്രൂപ്പായിട്ട് അത് കോർ വഴി ലിങ്ക് ചെയ്ത് സെക്കൻഡറി ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്ന് വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതാണ് ഫാരഡേസ് ലോസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് എങ്കിൽ നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇത് എക്സാക്റ്റ് എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും നമുക്ക് സെക്കൻഡറി ലിങ്ക് ആവാം. എങ്ങനെയാണെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? മാഗ്നറ്റിക് ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല. നോ മാഗ്നറ്റിക് ലീക്കേജ് ആയിരിക്കും അല്ലേ? അതായത് ഒരു ഫീൽഡ് ലൈന് പോലും നമുക്ക് യൂസ് ചെയ്യാണ്ട് പോകുന്നില്ല. നോ മാഗ്നറ്റിക് ലീക്കേജ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? അതായത് നോ കോർ ലോസ്. കോറിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാകുന്നില്ല. അതിപ്പോൾ നോ കോർ ലോസ് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? രണ്ട് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അതായത് എന്താണ്? രണ്ട് ടേമില്ല, റിലക്റ്റൻസ് അല്ലേ? ആ കോറിൻ്റെ റിലക്റ്റൻസ്, അതുപോലെ തന്നെ പെർമിയബിലിറ്റി അല്ലേ? കോറിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പിക് ഇത് രണ്ടും എങ്ങനെയായിരിക്കണം? നമ്മുടെ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ റിലക്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? എന്നാൽ പെർമിയബിലിറ്റിയോ? പെർമിയബിലിറ്റി ഇൻഫിനിറ്റി ആയിരിക്കണം. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനെ കടത്തിവിടാനുള്ള ടെൻഡൻസിയാണ്, അത് ഇൻഫിനിറ്റി ആയിരിക്കണം. അതായത് ലോസ് ഉണ്ടാകാൻ പാടില്ല. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധമാണ്, അത് 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ മാഗ്നറ്റിക് ലീക്കേജ് 0 ആകുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് അത് 0 ആയിരിക്കും. കോർ ലോസിന് മറ്റൊരു പേര് അയൺ ലോസ് എന്നാണ്. നമ്മൾ എഫിഷ്യൻസി പറയുന്ന അതിനൊക്കെ നമ്മൾ ഓരോ ടൈമിലൊക്കെ ആഡ് ചെയ്ത് വരും. അതുപോലെ വൈൻഡിങ് റെസിസ്റ്റൻസ് 0 ആണ്. നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലായി ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ലോസ് ഉണ്ടെന്ന് മനസ്സിലായി. മെയിനായിട്ട് ഒന്ന്, ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് കാരണമായിട്ട് അവിടെ ഒരു റെസിസ്റ്റീവ് ഡ്രോപ്പ് I²R ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ കോപ്പറിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു അയൺ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോർ ലോസ് ഉണ്ടാവും. നമുക്ക് മനസ്സിലായി. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഇതെല്ലാം 0 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഞാനൊരു കണ്ടക്ടർ എടുത്തു, അതിൽ ഇതെല്ലാം ഈ ലോസ് ഒന്നുമില്ല എങ്കിൽ അത് എന്തൊരു പ്യുവർലി ഇൻഡക്റ്റീവായിട്ട് ആക്ട് ചെയ്യും. എന്തായാലും നമ്മൾ ഈ വൈൻഡിങ് ഇൻഡക്റ്റീവായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് കോയിലായിട്ടാണ്. പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഒരു ലോസും ഇല്ലാത്ത ഒരു കോറിൽ വെച്ചിരിക്കുന്ന, ഒരു ലോസ് ഫ്രീ കോറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്യുവർലി ഇൻഡക്റ്റീവ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ ലോസ് ഫ്രീ
കോർ. ഒരു ലോസും ഇല്ലാത്തൊരു കോറിൽ വെച്ചിരിക്കുന്ന ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലായിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ആ വൈൻഡിങ് അല്ലെങ്കിൽ കോറുമായിട്ട് ചേർന്നിട്ട് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. എക്സാം ചോദിക്കലുണ്ട് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമെന്നാണ്. ലോസ് ഉണ്ടാവില്ല, അതായത് ഐ സ്ക്വയർഡ് ആർ ലോസ്, വൈൻഡിങ് ഉണ്ടാവുന്ന ലോസ്, കോറിലുണ്ടാവുന്ന ലോസ് രണ്ടും ഉണ്ടാവില്ല. ജനറലായിട്ട് ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് കോയിൽ നോർമലി ഈ വൈൻഡിങ് കോയിൽ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നോ ലോസ് ആവുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമർ പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലായിരിക്കും. ഓക്കെ, അത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ലോസ് ഫ്രീ കോറിലായിട്ട്, ഒരു ലോസ് ഇല്ലാത്തൊരു കോറിലായിട്ടായിരിക്കും. അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. നമുക്ക് പ്രധാനമായിട്ടും ഒന്നിരണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അതായത് ഞാനൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ എടുക്കുകയാണ്. ലെറ്റസ് ടേക്ക് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഓക്കെ, ഹാവിങ് ദീസ് കണ്ടീഷൻസ്. ഓക്കെ, ലോസ് ഒന്നുമില്ല, ഒരു കണ്ടീഷൻ. ഞാൻ അതിൻ്റെ എന്ത് ചെയ്യുകയാണ്, സെക്കൻഡറി ഓപ്പൺ ആക്കി ഇടുകയാണ്. അതായത് ഞാൻ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല, സെക്കൻഡറി ആണിത് അല്ലേ. ഞാനിത് ഇവിടെയാണ് ഞാൻ സപ്ലൈ കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഞാനൊരു AC സപ്ലൈ V1 എന്ന് പറഞ്ഞൊരു സപ്ലൈ ഞാൻ പ്രൈമറിയിൽ കൊടുത്തു. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് N1 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നിരിക്കട്ടെ. സെക്കൻഡറിക്കകത്തൊരു N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ സപ്ലൈ കൊടുത്തുകൊണ്ട് ഞാൻ അതിനെ പ്രൈമറി എന്ന് വിളിച്ചു, ഇവിടെ ഞാൻ സെക്കൻഡറി എന്ന് വിളിച്ചു. ഇതല്പം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ കണ്ടീഷൻസ് ലോസ് ഉണ്ടാവില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ ലോഡൊന്നും കണക്ട് ചെയ്യാതെ ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റസ് ടേക്ക് ആൻ കണ്ടീഷൻ സെക്കൻഡറി ഈസ് ടേക്കൺ ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. സെക്കൻഡറി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓപ്പൺ സർക്യൂട്ടായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഒരു പ്രൈമറിൽ എന്ത് ചെയ്യുകയാണ്, ഒരു വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ സെക്കൻഡറിയിൽ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പ്രൈമറിയിൽ കൂടി ആ സമയത്ത് ഒരു ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെ ഞാൻ I1 എന്ന് നോട്ട് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ ആ I1നെ വിളിക്കുന്ന പേരാണ്, I1 നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ജനറലായിട്ടും I mu ഓർ IM എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ. ഇത് മീൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. അതായത് സെക്കൻഡറി ഓപ്പണാക്കി ഇട്ടിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കറണ്ടാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷൻ ഓഫ് ദിസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ കറണ്ടിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോർ മാഗ്നറ്റൈസ് ചെയ്യും ഇല്ലേ, അതിലാണ് സെക്കൻഡറി ഇരിക്കുന്നത്. അത് EMF ഇൻഡ്യൂസ് ചെയ്യും. അത് പ്രൈമറിയിൽ വീണ്ടും EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെയാണ്. അങ്ങനെയാണ് എങ്കിൽ കോർ മാഗ്നറ്റൈസ് ചെയ്യാൻ ആവശ്യമായ കറണ്ട്, കറണ്ടിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. ഓക്കെ, കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് ഒക്കെയാണ്. ആ കറണ്ട് നമ്മൾ സപ്ലൈ എന്ന് ഡ്രോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് I mu IM. ഞാൻ I1 എന്ന് ജനറലായിട്ട് പ്രൈമറിയിലുള്ള കറണ്ടിനെ വിളിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളെപ്പോഴും I1 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പ്രൈമറിയിൽ ഞാനൊരു AC സപ്ലൈ കൊടുത്തു. അത് കാരണമായിട്ട് ചെറിയൊരു കറണ്ടാണ്. ഇവിടെ ഇതിന് നോ ലോഡ് കണ്ടീഷൻ എന്നൊക്കെ പറയും. പക്ഷെ ഞാനിപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ് പറയുകയാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഇങ്ങനെ നോ ലോഡ് കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ പറയും. അവിടെ കുറച്ചുകൂടെ മാറ്റം വരും. പക്ഷേ ചില കേസുകൾ നമ്മൾ പറയുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് പെർമിയബിലിറ്റി
ഇൻഫിനിറ്റിയും അതുപോലെ തന്നെ റിലക്റ്റൻസ് സീറോയുമാണ് എങ്കിൽ ഈ കറണ്ടും വളരെ സീറോ ആണെന്നുള്ള കണ്ടീഷൻസും പറയുന്നുണ്ട് ചില കേസിൽ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ട്. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് പറയാം എന്താണ്, ഞാൻ ലോഡ് കണക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു, ആ സമയത്ത് എന്താണ് ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ആ കറണ്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. അതിന് നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഐ മ്യൂ അല്ലെങ്കിൽ ഐ എം. ചില ടെക്സ്റ്റ് ബുക്കിൽ ഐ എം എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ജനറലായിട്ട് ഐ മ്യൂ എന്ന് മാഗ്നറ്റൈസിങ് കറണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ടു മാഗ്നറ്റൈസ് ദ കോർ. കോർ മാഗ്നറ്റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടാണ് എന്താണത് അതാണ് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കുക നമ്മളുടെ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഈ കറണ്ടിന് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തിനാണ് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതാണ് അത് ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനാണ് പ്രൊപ്പോർഷണൽ. ഓക്കെ, അത് ഞാൻ എങ്ങനെ നമ്മൾ എഴുതിയ φ = mmf/r എന്നുള്ള ഇക്വേഷനിൽ നിന്ന് അല്ലേ, mmf/റിലക്റ്റൻസ്. mmf എന്ന് വെച്ചാൽ n × I, അതായത് ni ആണ് റിലക്റ്റൻസിന് R എഴുതി കഴിഞ്ഞാൽ ഈ ഫൈയെ എന്തും ഡിപ്പെൻഡ് ചെയ്യുകയാണ്, നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിനെയാണ് ഫൈ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കറണ്ടും ഫ്ലക്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും, സെയിം ഫേസും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ലോഡ് കണക്ട് ചെയ്യാതെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ വളരെ മൈന്യൂട്ട് കറണ്ടാണ്, വളരെ ചെറിയൊരു വാല്യൂ ആണ് ഇതിനുള്ളത്. ആ കോർ മാഗ്നറ്റൈസിങ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിനകത്ത് ഈ ഒരു വാല്യൂ ഉണ്ട്, ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലും ചെറിയൊരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ചെറിയതായിട്ടൊരു ഫേസർ ഡയഗ്രവും വേവ് ഫോമും ജസ്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ശ്രദ്ധിച്ചോളൂ, ഇത് നമ്മൾ ഇനിയിപ്പോൾ ലോഡ് കണ്ടീഷൻസൊക്കെ നമ്മൾ പറയും ട്രാൻസ്ഫോമറിൻ്റെ, ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. ഞാൻ എന്തെടുക്കുകയാണ് സസ്യം ഞാൻ ഒന്ന് വേവ് ഫോമായിട്ട് ഞാൻ വരയ്ക്കാം. ആക്സിസ് വരച്ചു, പെർസ്പെക്റ്റീവ് ടൈം അല്ലേ. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒറ്റ സൈക്കിൾ വരയ്ക്കുന്നത്. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് V1 അല്ലെങ്കിൽ VI. സംശയമില്ല, ഞാൻ AC ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ തന്നെ ഫേസർ ഡയഗ്രമായിട്ട് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുക, ഇതാണ് V1 ഞാൻ ജസ്റ്റ് ഫേസർ അനാലിസിസ് ആയിട്ടുള്ള വരയ്ക്കാം. ഓക്കെ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്തെന്ന് പറഞ്ഞു, ഒരു കറണ്ട് നോ ലോഡ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ലോഡ് കണക്ട് ഇല്ല, സെക്കൻഡറി ഓപ്പൺ ആണ്. ഇതിൻ്റെ അകത്തെല്ലാം കണ്ടീഷൻ എന്തായിരുന്നു, സെക്കൻഡറി ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനാണ് ഞാൻ വരയ്ക്കണേ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്കൻഡറി ഓപ്പൺ കണ്ടീഷനാണ്. ഓക്കെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറഞ്ഞു ഒരു കറണ്ട് എവിടെ ഡ്രോ ചെയ്യുന്നു പറഞ്ഞു, ഒരു കറണ്ട് എവിടെയാണ് പ്രൈമറിയിൽ ഡ്രോ ചെയ്യും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ മാഗ്നറ്റൈസ് ദ കോർ മാഗ്നറ്റൈസ് ചെയ്യാൻ എന്തായാലും കോർ മാഗ്നറ്റൈസ് ചെയ്യും, അതിനായിട്ട് ചെറിയൊരു കറണ്ട് ഡ്രോ ചെയ്യും. ഓക്കെ, മനസ്സിലാക്കാനുള്ള കാര്യം ട്രാൻസ്ഫോമറിൽ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല, ആ ഒരു കണ്ടീഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന് സപ്ലൈ നമ്മൾ കൊടുത്തു, പക്ഷേ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഞാൻ അതിനെ വിളിക്കുന്നതാണ് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. ഈ കറണ്ട് എങ്ങനെയായിരിക്കും, ഇത് പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ വൈൻഡിങ് പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെയും ആയിട്ടുള്ളൊരു റിലേഷൻ എന്തായിരിക്കും. ഇൻഡക്റ്ററിൻ്റെ കേസിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, കറണ്ട് എന്ത് ചെയ്യും, വോൾട്ടേജിന് ലാഗ് ചെയ്യും. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V1 ആണ്. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് എന്തിന് ലാഗ് ചെയ്യും, വോൾട്ടേജിന് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും ഇല്ലേ. ഇൻഡക്റ്റീവ് നേച്ചർ. അങ്ങനെയാണ് ഞാൻ പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും ലാഗ് ചെയ്യുക, 90 ഡിഗ്രി ആയിരിക്കും ലാഗ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ 90 ഡിഗ്രി ലാഗിങ് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, 90 ഡിഗ്രി ലാഗിങ് ആയിട്ട് ഈ കറണ്ട് വരയ്ക്കുകയാണ്. ഞാൻ I1 എന്നോ Imu എന്നോ കൊടുക്കാം. I1 അല്ലെങ്കിൽ Imu ജനറലായിട്ട് Imu എന്ന് വിളിക്കാം, മാഗ്നറ്റൈസിങ് കറണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വേവ് ഫോം നമ്മൾ എങ്ങനെ വരയ്ക്കും, 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ് അല്ലേ. ഇത് 0, 90, 180 ആണ് അല്ലേ. 0, π, 2π ഒരു സൈക്കിളാണ് വരച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ലാഗ് ചെയ്യുക, 90 ഡിഗ്രി ലാഗ് ചെയ്യും.
ഓക്കെ, മാഗ്നിറ്റ്യൂഡൊന്നും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. മാഗ്നിറ്റ്യൂഡ് എത്ര വേണോ ആവാം, അതിൻ്റെ ട്രാൻസ്ഫോമർ അനുസരിച്ച് അതിൻ്റെ കൂടെ പോകുന്ന ഫ്ലോ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞിട്ട് ടേക്ക് അസംഷൻ ഓഫ് V1. നമ്മൾ V1 അല്ലെങ്കിൽ I എന്നൊക്കെ നമ്മൾ ജനറൽ കേസ് എടുക്കുന്നതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചല്ലേ, ഇനി ഇതാണ് എന്ത്, ഇതാണ് I ന്യൂ. ഇനി നമുക്ക് മനസ്സിലായി ഫ്ലക്സ് ഫൈ ഉണ്ടായെന്ന് ഞാൻ പറയുകയാണല്ലേ. ഫ്ലക്സ് ഫൈ ആണ് ഇവിടെ ഉണ്ടായത്, ഫ്ലക്സ് ഫൈ ആണ് ഉണ്ടായത്. ഒരു ഫ്ലക്സ് ഉണ്ടായി, മാഗ്നറ്റൈസ് ചെയ്തു, അതിൻ്റെ ഫലമായിട്ടാണ് അതിനാണ് ഈ കറണ്ട് ഡ്രോ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ എങ്ങനെയാണ്, നമുക്കറിയാം ഈ ഫ്ലക്സും അതുപോലെ തന്നെ എന്താണ്, ഈ ഫ്ലക്സും ഈ കറണ്ടും സെയിം ഫേസ് ആണ്. നമ്മൾ നേരത്തെ റിലേഷൻ നമ്മൾ കിട്ടിയതാണ് അല്ലേ. ഈ കറണ്ടും ഫ്ലക്സും സെയിം ഫേസ് ആണ്. അങ്ങനെയാണ് ഇങ്ങനെ വേവ് ഫോം എങ്ങനെ വരയ്ക്കും. മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയില്ല, മാഗ്നിറ്റ്യൂഡ് കൂടുതലോ കുറവോ എങ്ങനെയെങ്കിലും വരയ്ക്കാൻ. മാഗ്നിറ്റ്യൂഡ് കൂടുതലോ, പക്ഷേ സെയിം ഫേസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. മാഗ്നിറ്റ്യൂഡാണ് പീക്ക് വരുന്നത് അല്ലേ, പക്ഷേ സെയിം ഫേസ് എന്ന് വെച്ചാൽ ഒരേപോലെ പോവുകയാണെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്ലക്സും കറണ്ടും സെയിം ഫേസ് അത് നമ്മൾ കിട്ടുന്നത്. ഫ്ലക്സിക്കൽ MMF റിലക്റ്റൻസ്, MMF വെച്ചാൽ N×I, അതിൻ്റെ കറണ്ടും ഫ്ലക്സും സെയിം ഫേസ് ആയിരിക്കും. ഓക്കെ ആണ്, ഇതുവരെ സംശയമൊന്നുമില്ല. പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, അതിൽ കറണ്ട് എന്ത് ചെയ്യാണ്, ഇൻഡക്റ്റീവ് നേച്ചറാണ് വൈൻഡിങ്. അങ്ങനെയാണെങ്കിൽ പ്യുവർലി ഇൻഡക്റ്റീവ് ആണ്, 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ് കറണ്ടും ഫ്ലക്സും സെയിം ഫേസാണ്. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലെൻസസ് ലോയുടെ ഒരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അല്ലേ. ലെൻസസ് ലോ എന്താ പറയണേ, രണ്ടിടത്ത് EMF ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ പരമായിട്ട് E2 എന്ന് പറഞ്ഞൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, N2 × d∅dt ആണ്. പക്ഷേ ഒരു മൈനസ് സൈന് കൂടി ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്ത് വരും, E1 എന്ന് വെച്ചാൽ ഈ ഫീൽഡ് കാരണമായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, N1 × d∅dt ആണ്. അങ്ങനെ പറഞ്ഞ മൈനസ് ഉണ്ട്. ഈ നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ്, ഈ നെഗറ്റീവ് സൈൻ വരുന്നത് ലെൻസസ് ലോ പ്രകാരമാണ്. ലെൻസസ് ലോ പറയുന്നത് എന്താണ്, എഫക്റ്റ് ഒപ്പോസ് ദ കോസ്. എൻ്റെ കോസ് എന്താ, ഇവിടെ EMF ഉണ്ടാവും, അത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ ആ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും എന്ന് വെച്ചാൽ എന്താണ്, എത്ര ഫേസ് ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. എന്തൊക്കെ തമ്മിൽ, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന DMF. അതായത് E1ഉം പിന്നെ E1 E2 രണ്ടും ബാധകമാണ്. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ലെൻസസ് ലോ ആണ് നമ്മൾ കിട്ടുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ നോക്കും, ഇറ്റ് ഈസ് എ കൗണ്ടർ EMF എന്നുള്ള ഒറ്റ സെൻറ്റൻസ് പറഞ്ഞ് നിർത്തുകയാണ്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ പാർട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് എങ്കിൽ ഞാൻ അതുകൂടി ഇതിൻ്റെ മാർക്ക് ചെയ്യട്ടെ. അങ്ങനെയാണ് എങ്കിൽ ഇതാണ് V1 എടുത്തുകയാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, 180 ഡിഗ്രി കറക്റ്റ് 180 ഡിഗ്രി. ഞാനിത് കറക്റ്റ് വരയ്ക്കാൻ കഴിയില്ല. 180 ഡിഗ്രി എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ലൈനാണ്. 180 ഡിഗ്രി E1 അല്ലെങ്കിൽ E2. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ E2 ആയിരിക്കും എന്തിനേക്കാളും കൂടുതൽ E1. ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡാണ് ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നത്. E1 ഇവിടെ വലിച്ചു E2 എന്ന് വെച്ചാൽ മീൻ ചെയ്താൽ E2ൻ്റെ വാല്യൂ E1നേക്കാളും കൂടുതൽ മാത്രമേ മീൻ ചെയ്യൂ. രണ്ടും ഒരു ഫേസ്. എന്തിന്, 180 ഡിഗ്രി അല്ലേ E1നേക്കാളും. അപ്പം ഈ ഫ്ലക്സിനും കറണ്ടിനേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട്. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ വേവ് ഫോം പോലെ നമ്മൾ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, 180 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ടാവില്ലേ, കണ്ടോ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടാൻ കുറയാം, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കൂടാൻ കുറയാം. അത് നമ്പർ ഓഫ് ടേൺസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് തന്നെ ആയിരിക്കും E1ഉം E2ഉം ഇതേ വേവ് ഫോം തന്നെ ആയിരിക്കും വരിക. ഇപ്പം ഒരു വേവ് ഫോം കൂടെ വരച്ചു പോകണം, ഒരു വേവ് ഫോം ലിസ്റ്റിന് വരയ്ക്കണമെങ്കിൽ E2 കൂടെ ആവില്ല അല്ലേ. E2ഉം E1ഉം സെയിം പോലെ തന്നെയാണ്, 90 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. ഇത് ചില കേസുകൾ നമ്മൾ പറയും ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ജനറലായിട്ട് ഇത് തൽക്കാലം നമുക്കിതൊന്ന് ഫോളോ ചെയ്യാം. ഞാനൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ എടുത്തു, അതിൻ്റെ അകത്ത് സെക്കൻഡറി ഓപ്പൺ കണ്ടീഷൻ ഞാൻ പ്ലേസ് ചെയ്ത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി ഓപ്പൺ, അതായത് ഞാൻ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ
ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V1 ആണെങ്കിൽ അത് കറണ്ട് പ്രൈമറി ഡ്രോ ചെയ്യും. അത് വളരെ മൈന്യൂട്ട് കറണ്ടാണ്, ചെറിയ വാല്യൂ ആണ് ആ കറണ്ട്. അതിനോട് പറയുന്നവർ മാഗ്നറ്റൈസിങ് കറണ്ട് എന്നാണ്. അതിന് നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് Iμ അല്ലെങ്കിൽ IM നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. അത് ഉറപ്പായിട്ടും ഇൻഡക്റ്റീവ് നാച്ചുറൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും വരിക, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇത് വേവ് ഫോം ആണ് വരച്ചിരിക്കുന്നത്. ഇത് എന്താണ്? ഫേസർ ഡയഗ്രം ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാ ആൾക്കാരും നോക്കി, ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഫ്ലക്സും കറണ്ടും സെയിം ഫേസിലാണ്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ എല്ലാ ആൾക്കാരും പഠിച്ചിരിക്കണം. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF രണ്ടും ഒരു ഫേസ്, E1 ഉം E2 സെയിം ഫേസ്, ബട്ട് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു V1. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഇസ് there. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. ഇപ്പം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഫ്ലക്സും ആയിട്ടുള്ള ഫേസ് സെയിം ഫേസ് ആണെന്നല്ല, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. ഇത് ഐഡിയൽ കേസാണ് പറയാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫേസർ ഡേ അനാലിസിസ്. നമ്മളിതിനിപ്പം നോ ലോഡ് കണ്ടീഷൻ നമ്മൾ പറയും. ഒരു ആക്ച്വൽ ട്രാൻസ്ഫോമർ, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് കണ്ടീഷൻ നമ്മൾ പറയും. ആ സമയത്ത് നമുക്ക് ഇത് വെച്ചാണ്, ഇതാണ് ബേസ് ആയിട്ട് നമ്മളെ വേവ് ഫോംസ് എല്ലാ, ഇനി നമ്മൾ ട്രാൻസ്ഫോമർ എന്ത് അനാലിസിസ് പാർട്ട് തുടങ്ങിയാലും നമ്മൾ ബേസ് ആയിട്ടുള്ള ഈ ഒരു ഫേസർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് ഫേസർ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു ഫേസർ അനാലിസിസ് പഠിക്കണം. ഇത്ര കാര്യം മാത്രം മെയിൻ ശ്രദ്ധിച്ചാൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് കറണ്ട്, പ്രൈമറി കറണ്ട്. ഇതിലിപ്പം ഈ ഒരു കണ്ടീഷനിൽ നോ ലോഡ് കറണ്ട്, സെക്കൻഡറി ലോഡ് കണക്ട് ചെയ്യാത്ത നമുക്കവിടെ ആയിക്കൂടെ ഉള്ളത് ചെറിയൊരു കറണ്ട്, അത് ഈ കോറിനൊന്ന് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കറണ്ട്. ഓക്കെ, അതിന് പറഞ്ഞ പേര് മാഗ്നറ്റൈസിങ് കറണ്ട് എന്നാണ്. അതിൽ നിന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. അതേ ഫേസിലായിരിക്കും ഫ്ലക്സും, കോറുണ്ടാകുന്ന ഫ്ലക്സ്. കോറുണ്ടാകുന്നില്ല, വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്സ്, കോറിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF രണ്ടും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്. ഇത്ര കണ്ടീഷൻസ് എല്ലാ ആൾക്കാരും നോക്കിക്കോണം. ഇത് നിങ്ങൾ നോട്ടിൽ നിന്ന് മാർക്ക് ചെയ്യുകയും വേണം. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് ഇത്ര ഐഡിയ കിട്ടിയാണ് ഈ ഫേസർ ഡയഗ്രം അനാലിസിസ് എളുപ്പമായിട്ട് വരും. നമ്മൾ നോ ലോഡ് കണ്ടീഷൻ വരുമ്പോൾ ഇതിനാണ് തുടങ്ങുന്നത്, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ കേസ്. ഒക്കെയാണ് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ലെൻസസിൽ ഞാൻ പറഞ്ഞത്. ഇല്ല എങ്കിൽ എനിക്ക് എല്ലായിടത്തും പറയുന്നത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് കൗണ്ടർ EMF ഉണ്ടാകും, കൗണ്ടർ EMF ഉണ്ടാകും എന്നേ പറയുള്ളൂ. E1 E2 അങ്ങനെയാണ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡാണ്. പക്ഷേ അതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലെൻസസിലോ വെച്ചിട്ടാണ്. അല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അല്ലാതെ നമുക്ക് വേറെ രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഈ ഫ്ലക്സ് ഫൈക്ക് 90 ഡിഗ്രി ആണ് E1 or E2 എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് നമ്മൾ ആ E1 n×d∅dt എന്നുള്ള ഇക്വേഷൻ ഡെറൈവ് എടുക്കും. നമുക്ക് ആ -n വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് φm എന്ന് വെച്ച് കഴിഞ്ഞാൽ d∅ പറയുന്നില്ല, φm നമുക്ക് അതിൻ്റെ മാത്തമെറ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ φm sin ωt ഒക്കെ എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് E1 E2 കിട്ടുന്നത് ഫ്ലക്സിൻ 90 ഡിഗ്രി ആണെന്നുള്ള റിലേഷൻ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ലെൻസസ് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, രണ്ട് നിലയ്ക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം ഇത് മതി. ഓക്കെ, നമ്മൾ ഇനിയും പോകുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് പഠിക്കാനുള്ള പോർഷൻ എന്ന് വെച്ചാൽ EMF ഇക്വേഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, എന്താണ് EMF ഇക്വേഷൻ എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അതായത് നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസായിട്ടും രണ്ടിടത്തും EMF ഇൻഡ്യൂസ് ചെയ്യും. സെക്കൻഡറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രോസസ് അല്ലേ. E2 ഇക്വേഷൻ എന്താ വരിക? n×d∅dt ആണ് നമുക്കറിയാം അല്ലേ. ഓക്കെ, E1 ഇക്വേഷൻ n×d∅dt ആണ് നമുക്കറിയാം. ഇനി നമുക്ക് ജനറലായിട്ട് ഈ ഇക്വേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുകയാണ്. ഇതെങ്ങനെയൊക്കെ എന്തൊക്കെ ടേമിനാണ് ഈ EMF ഇക്വേഷൻ, ഈ ഇൻഡ്യൂസ് ചെയ്ത EMF റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നോക്കുകയാണെങ്കിൽ ഞാനൊരു ട്രാൻസ്ഫോമർ എടുക്കുകയാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് എന്തൊക്കെ N1 എന്ന് വെച്ചാൽ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇപ്പോൾ ട്രാൻസ്ഫോമർ കോ ടൈപ്പ് ട്രാൻസ്ഫോമർ വരയ്ക്കുക എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പം EMF ഇക്വേഷൻ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമർ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. N1 ആണ് പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, N2 ആണ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്കറിയാവുന്ന ടേമുകൾ വേറെ എന്തൊക്കെയുണ്ട്. ഞാൻ ഫ്ലെക്സ് എടുക്കുകയാണ്. ഫ്ലെക്സ് φ എന്ന് വെച്ചാൽ ഫ്ലെക്സ് ആണ്. ഞാൻ ആ ഫ്ലെക്സിൻ്റെ ഒരു വേവ് ഫോം ഒന്ന് വരയ്ക്കുകയാണ്. എല്ലാവരും നോക്കി ഫ്ലെക്സിൻ്റെ വേവ് ഫോം വരയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരയ്ക്കത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വളവ് വരുന്നത് പ്രാക്ടീസ് ചെയ്ത് മാത്രം ശരിയാവുന്ന തോന്നുന്നു. ഇതാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്താണ് AC വേവ് ഫോം അല്ലെ. ഞാൻ അപ്ലൈ ചെയ്യുന്നത് സപ്ലൈയിൽ ഞാൻ കൊടുക്കുന്നത് ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ് AC വേവ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലെക്സ് എന്തായിരിക്കും
എ സി വേവ് ഫോം എഴുതുക. കോർ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഫ്ലക്സ് ആണ് വഹിക്കുന്നത്, ഫ്ലക്സ് ഫൈ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇങ്ങനെയാണ് എങ്കിൽ ഈ വാല്യൂ ആണ് എന്ത് എന്ന് വിളിക്കുന്നത്, ഫൈ എം മാക്സിമം ഫ്ലക്സ്. ലിങ്കിന് മാക്സിമം ഫ്ലക്സ്. സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും, ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ ഓക്കെ എല്ലാവരും. അങ്ങനെയാണ് എങ്കിൽ ഫൈ എം എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഫ്ലക്സ് ഇൻ കോർ. നമ്മളെന്ത് നമ്മൾ നൊട്ടേറ്റ് ചെയ്യണേ, വെബറാണ് എൻ്റെ യൂണിറ്റ് അല്ലേ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യുന്നത് യൂണിറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്, വെബറാണ്. നമുക്ക് ഫ്ലക്സിൻ്റെ വേറൊരു ഇക്വേഷൻ നമുക്കറിയില്ലേ. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം, ബി ഇൻറ്റു എ എന്നറിയൂലേ. ബി എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് ഡെൻസിറ്റി. എ എന്ന് വെച്ചാൽ എന്താണ്, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ. നമ്മളൊരു കണ്ടക്ടർ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഫ്ലക്സ് ഡെൻസിറ്റിയും ഏരിയ അറിയാമെങ്കിൽ എന്തെങ്കിലും ഫ്ലക്സ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റിയും അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ തിരിച്ചു പറയാം. ഫ്ലക്സ് ഡെൻസിറ്റി വെച്ചാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. 5/A ആണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അങ്ങനെയാണ് ജസ്റ്റ് തന്നെ ഇക്വേഷനിൽ പ്രോബ്ലത്തിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നത് ബി എം എന്ന് വെച്ചാൽ എന്താണ്, മാക്സിമം. എം എന്ന് പറയുന്നത് മാക്സിമം. ഫൈ എന്ന് വെച്ചാൽ ഫ്ലക്സ് ആണ്, പക്ഷേ ഫൈ എം എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ആണ്, വാല്യൂ പർട്ടിക്കുലർ വാല്യൂ. ബി എം വെച്ചാൽ എന്താണ്, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്താണ്, എന്താ യൂണിറ്റ്, ഒന്നെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, ഓർ നമുക്ക് എന്തെങ്കിലും വിളിക്കാം ടെസ്ല, ഓർ ടെസ്ല ടെസ്ലയിൽ നമുക്ക് പറയാം. ഓക്കെ ആണേ. അതായത് N1 N2 ഫൈ എം ബി എം. ഫ്രീക്വൻസി എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി, ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻ ഹെഡ്സിനുള്ള ഇൻപുട്ട് ഫ്രീക്വൻസിയാണ് വിളിക്കട്ടെ. എനിക്കറിയാം ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എന്താണ്, d∅dt എന്നിങ്ങനെയാണ്. അതിൻ്റെ വാല്യൂ ആണ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ d∅dt കിട്ടണമെങ്കിൽ അതിനാണ് ഫ്ലക്സിൻ്റെ വേവ് ഫോം ഞാൻ എടുക്കുന്നത്. d∅dt കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്ലക്സിൻ്റെ വേവ് ഫോം ഞാൻ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ നോക്കിയേ, നമ്മൾ പറയുകയാണ് ഇതാണ്, ഇത് ഒരു ടൈം പീരീഡാണ് കാണിച്ചത്, ഒരു സൈക്കിൾ അല്ലേ, ഒരു സൈക്കിൾ. അതായത് 1 ടൈം പീരീഡായിട്ട് എടുക്കുകയാണ്, ഒരു ടൈം പീരീഡ് അല്ലേ, 1 ടൈം പീരീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് വെച്ചാൽ എന്താണ്, 1/ഫ്രീക്വൻസി ആണ്. നമുക്ക് ഫ്രീക്വൻസിയുള്ള ടൈമിലേക്ക് കണക്ട് ചെയ്യാനുള്ള EMF ഇക്വേഷൻ എനിക്ക് വേണ്ട മെയിനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഇൻഡ്യൂസ്ഡ് EMF d∅dt വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഫ്ലക്സിൻ്റെ വേവ് ഫോം ഞാൻ എടുക്കുന്നത്. സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് ആണ് അല്ലേ, സൈനസോഡൽ വേവ് ഫോമാണ്. അതുകൊണ്ട് ഫ്ലക്സ് ഉറപ്പായിട്ട് എന്ത് ഷേപ്പിലാണ്, സൈനസോഡൽ വേവ് ഫോമിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സൈക്കിൾ എടുക്കുകയാണ്. ആ സൈക്കിളിൽ ടൈം പീരീഡ് T എന്ന് എടുക്കുകയാണ്. അതിൻ്റെ വാല്യൂ 1/f, ടൈം പീരീഡ് ഈക്വൽ ടു 1 ഫ്രീക്വൻസിയാണ്, അത് നമുക്കറിയാം. എന്നാൽ മാക്സിമം ഫ്ലക്സ് കിട്ടിയില്ലേ, ആ ഒരു സമയത്തുള്ള ടൈം പീരീഡ് എത്രയായിരിക്കും, ഇത് 1 ടൈം പീരീഡ്, ഇതൊരാകുമ്പം ഹാഫ് ടൈം പീരീഡ്, ഇതൊരാകുമ്പം 1/4 ടൈം പീരീഡാണ് അല്ലേ. 1/4 ആണ് ടൈം പീരീഡ്, T/4 ആയിരിക്കും അല്ലേ. ഈ പോർഷൻസ് വെച്ച് എന്തായിരിക്കും, ഫൈ എം കിട്ടുന്ന സമയത്തുള്ള ടൈം പീരീഡ് എത്രയായിരിക്കും, T/4. എനിക്ക് d∅dt ആണ് നീ കണ്ടുപിടിക്കേണ്ടത്. 2-3 നിലയ്ക്ക് നമുക്ക് പ്രൂഫ് എഴുതാം. ഫൈയുടെ ഇക്വേഷൻ മാത്തമെറ്റിക്കലായിട്ട് ഫൈ എം സൈൻ ഒമേഗ ടി എടുത്ത് നമുക്ക് ഡെറിവ് എടുക്കാം. അപ്പോൾ അതിനൊക്കെ കുറച്ച് എളുപ്പം, ഡിഫറൻസിയേഷൻ ഒന്നും വേണ്ട, എളുപ്പത്തിന് പറയാനാണ് വേവ് ഫോം എടുത്ത് അനലൈസ് ചെയ്യണം. T/4 ടൈം, T/4 എന്ന് വെച്ചാൽ T എന്ന് വെച്ചാൽ 1/f ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, T/4, അതായത് 1/4f. അതാണ് ഇവിടുത്തെ ടൈം പീരീഡ് അല്ലേ. T = 1/4f. ക്വാർട്ടറിലാണ് എന്താണ് ഈ വേവ് ഫോമിൻ്റെ, ക്വാർട്ടറിലാണ് എന്താണ് ഫൈ എം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എഴുതുകയാണ് എന്താണ് ആവറേജ്. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണേ. ആവറേജ് എന്താണ് എഴുതുന്നത്, ആവറേജ്. ഞാൻ വേവ് ഫോം ഇവിടെ വരയ്ക്കുന്നില്ല.
ആവറേജ് ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ് d∅dt ആണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഞാൻ d∅dt പോകുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF എന്നിട്ട് d∅dt ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ഒരു ഫോമിനകത്ത് വന്നു കഴിഞ്ഞാൽ φm എത്താൻ ആവശ്യമായിട്ടുള്ള ടൈം എത്രയാണ്? t/4 ടൈം, 1/4. 1/4 ഓഫ് ടൈമിൽ φm എത്തി. φm എത്താൻ എനിക്കെടുത്ത സമയം എത്രയാണ്? 1/4 ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? d∅ φm ആവാനായിട്ട് എത്ര ടൈം? d∅ വരും φm, dt ആവാൻ dt വെച്ചാൽ ആ ടൈം പീരീഡ് എത്രയാണ്? 1/4f ആണ്. എനിക്ക് ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത് 1/4f അല്ലെങ്കിൽ t/4 എന്ന് എനിക്ക് എഴുതിയാൽ മതിയായിരുന്നു ടൈം പീരീഡ്. ഒരു സൈക്കിളിൽ t, ഒരു സൈക്കിളിൽ t ആണ് ടൈം പീരീഡ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 1/f ആണ്. അപ്പോൾ എനിക്ക് ക്വാഡ്രേച്ചർ 1/4 ടൈമിലാണ് മാക്സിമം ഫ്ലക്സ് ആവുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് ഡെറിവ് എടുക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ ഒത്തിരി കാര്യം ചെയ്യുകയാണ്. ഇല്ല എങ്കിൽ എനിക്ക് ഫൈൻ്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷനുള്ള φm sin ω വെച്ച് ഞാൻ ഡിറൈവ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ കഴിയും. അത് ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് പെട്ട 2 സ്റ്റെപ്പിൽ ഉത്തരം കിട്ടുന്നതാണ് ഇത് പറഞ്ഞത്. അതായത് എനിക്ക് എന്തെന്ന് എഴുതാം? φm ഡിവൈഡ് ബൈ 1/4f ഫിസിക്കൽ എങ്ങനെ എഴുതാം? φm × 4f. ഇത് ഡിവൈഡായിട്ടുള്ളത് മുകളിലെത്തും അല്ലേ? φm × 4f ആണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ ആണ്, റെഡിയാണ്. നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആയി. ഇത് നമുക്കറിയാം, എന്തറിയാം? ഇൻഡ്യൂസ്ഡ് EMF എന്ന് വെച്ചാൽ എന്താണ്? m × d∅dt ആണ്. അപ്പോൾ കിട്ടിയ സാധനം എന്താണ്? d∅dt ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഈ d∅dt എന്ന് വെച്ചാൽ എന്താണ്? d∅dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ബൈ n എന്നുള്ള റേഷ്യോ ആണല്ലേ? അതായത് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു വേവ് ഫോം എടുത്തു. അതിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ φm എത്താൻ ആവശ്യമായ ടൈം, അതാണ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ആ വേവ് ഫോമിൻ്റെ അടുത്ത് നമ്മൾ എടുത്തേ നമ്മൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിട്ട് പറയാം. അപ്പോൾ അതായത് നമുക്ക് എന്ത് മനസ്സിലായി? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? EMF പെർ ടേൺ ആണ്. അതായത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ് അല്ലേ? പെർ ടേൺ ഈക്വൽസ് ടു ആണ് എന്ത്? ഈ വാല്യൂ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ. ഈ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എടുത്തത് ആ വേവ് ഫോമിൻ്റെ കേസിൽ നമ്മൾ എടുത്തില്ലേ? ഫ്ലക്സിൻ്റെ വേവ് ഫോമിൻ്റെ അടുത്താണ് നമ്മൾ എന്തെടുത്തത്? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എടുത്തത്. പക്ഷെ അത് തന്നെയാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4φm × f. φm എന്ന് വെച്ചാൽ മാക്സിമം ഫ്ലക്സ്, f എന്ന് വെച്ചാൽ ഫ്രീക്വൻസി പെർ ടേൺ ആണ്. ഞാൻ ഇപ്പോഴും തന്നെ എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താണ്? എനിക്ക് രണ്ട് സൈഡിൽ E1 E2 ജനറൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണ്. ഇനി നമുക്ക് മനസ്സിലായി എന്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്? സൈനസോഡൽ വേവ് ഫോമാണ്. അതിന് ഫ്ലക്സും സൈനസോഡൽ ഫ്ലക്സാണ് അല്ലേ? സൈനസോഡൽ വാല്യൂ എനിക്കിപ്പോൾ ഞാൻ കിട്ടിയ വാല്യൂ എന്താണ്? ആവറേജ് EMF ആണ്. എന്തുകൊണ്ട് കിട്ടി? അത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിൽ നിന്നാണ് ഞാനിത് കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എനിക്കറിയാം. എനിക്ക് RMS വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഇതൊരു സൈനസോഡൽ വേവ് ഫോം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ പഠിക്കുന്ന ടേമാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ വെച്ചാൽ എന്താണ്? RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. ജനറൽ ഇക്വേഷൻ ആണ് അല്ലേ? RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ എന്ത് കിട്ടും? ഫോം ഫാക്ടർ ടൈം കിട്ടും. എനിക്കിപ്പോൾ കിട്ടിയത് ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ്. എനിക്ക് RMS വാല്യൂ കിട്ടണം ജനറലായിട്ട്. ഇത് AC വേവ് ഫോം അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈനസോഡൽ വേവ് ഫോം ആണ്. സൈനസോഡൽ വേവ് ഫോമിൻ്റെ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ എനിക്ക് എത്ര എനിക്കറിയാം? 1.11 എന്ന് എനിക്കറിയാം. ഓക്കെ, അത് അറിയാത്ത ആൾക്കാരുണ്ട് എങ്കിൽ സൈനസോഡൽ വേവ് ഫോമിൻ്റെ RMS വാല്യൂ ഇപ്പോൾ വോൾട്ടേജിൻ്റെ വേവ് ഫോം എടുക്കുകയാണെങ്കിൽ Vm/√2 ആണ് ഇല്ലേ RMS വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ 2Vm/πu ആണ്.
ഒരു സൈനസോയ്ഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് ഫുൾ സൈക്കിൾ എടുക്കും 0 ആയിരിക്കും. നമ്മൾ ഹാഫ് എടുക്കുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2Vm/π എന്ന് വരും. RMS വാല്യൂ വെച്ച് കഴിഞ്ഞാൽ Vm/√2. ഇപ്പോൾ കറണ്ട് വേവ് ഫോം ആണെങ്കിൽ Im/√2, മാക്സിമം/√2 ആവറേജ് എടുക്കും. അത് ഉദാഹരണം ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ പറയുക? RMS വാല്യൂ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജിൻ്റെ Vm/√2 വോൾട്ടേജിൻ്റെ ആണ്. RMS വാല്യൂ Vm/√2 ആണ്. ഡെറിവേഷനാണ്, എല്ലാവർക്കും അറിയാവുന്ന. ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ എന്താണ്? 2Vm/π. ഒരു വോൾട്ടേജ് വേവ് ഫോം എടുക്കുന്നതിന് മാക്സിമം വാല്യൂ ആണ് Vm എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം നൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് ഇതേവരെയും എന്തിട്ട് Vm/√2 ഇൻറ്റു π/2 Vm ആവും. Vm കട്ടായി പോവും. എന്താവും? π/2√2 എന്നാവും. എന്താ കാൽക്കുലേറ്റർ എടുത്തിട്ട് കൂടെ ഉത്തരമാണ് ഇത് 1.11. ഇത് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. EMF ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ എന്താണ്? ഇനി നമുക്ക് വേണ്ട RMS വാല്യൂ അല്ലേ? RMS വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ അല്ലേ, ഈക്വൽസ് ടു എന്താണ്? ആവറേജ് വാല്യൂ ഇൻറ്റു ഇല്ലേ, ആവറേജ് വാല്യൂ ഇൻറ്റു 1.11. അതായത് ഫോം ഫാക്ടർ ഈക്വൽ ടു RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. ഇത് വേണ്ട RMS വാല്യൂ ഉണ്ട്. അപ്പോൾ ആവറേജ് വാല്യൂ ഇൻറ്റു 1.11 ഇല്ലേ, സംശയമില്ലേ? ഫോം ഫാക്ടർ ഈക്വൽ ടു RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. എനിക്ക് വേണ്ട എന്താണ്? RMS വാല്യൂ. RMS വാല്യൂ ഈക്വൽസ് എന്തെന്ന് എനിക്ക് എഴുതാൻ കഴിയും? ഫോം ഫാക്ടർ ഇൻറ്റു ആവറേജ് വാല്യൂ, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽസ് ടു ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ എനിക്ക് എത്രയാണെന്ന് കിട്ടി? 4/5m ഇൻറ്റു എഫ് ഇൻറ്റു 1.11. ദാറ്റ് ഈസ് ഈക്വൽസ് ടു 4.44 f/m. കിട്ടിയോ? ഇതാണ് RMS വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ. അങ്ങനെയാണെങ്കിൽ EMF ഇക്വേഷൻ എങ്ങനെയായിട്ടാണ് എഴുതും? E1 എന്ന് വെച്ചാൽ പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത് EMF, E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത് EMF. നിങ്ങൾ ഡയഗ്രാം കൂടി വരച്ചോളണം. പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത് EMF എങ്ങനെ വരും? പെർ ടേൺ ആണ് എഴുതുക. അപ്പോൾ ഇൻറ്റു ടേൺ വരണം അല്ലേ. ദാറ്റ് ഈസ് 4.44 f/m ഇൻറ്റു N1. E2 4.44 f/m ഇൻറ്റു N2. ഇനി നമുക്കൊരു ഇക്വേഷൻ നമുക്കറിയാം. ഫൈഎമ്മിന് വേറൊരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഫ്ലക്സ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഫൈ ഈക്വൽ ടു ബി ഇൻറ്റു ഏരിയ. 5m ആയാലും BM ഇൻറ്റു ഏരിയ, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് 4.44 f ഇതാണ് BM A ഇൻറ്റു N. ഇത് ഓർഡർ എന്തായാലും കുഴപ്പമില്ല, എല്ലാ ടേമും വന്നാൽ മതി. അല്ലെങ്കിൽ 4.44 എന്താണ്? FBM A ഇൻറ്റു N2. ഇതാണ് എന്ത്? EMF ഇൻഡ്യൂസ്ഡ് പ്രൈമറി ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് EMF ഇൻഡ്യൂസ്ഡ് പ്രൈമറി. ഇക്വേഷനാണ് EMF ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി. ഒരിക്കലും മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അതായത് EMF ഇൻഡ്യൂസ്ഡ് പ്രൈമറി E1 ഈക്വൽസ് ടു 4.44 f/m ഇൻറ്റു N. പ്രോബ്ലം അനുസരിച്ച് 5mൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? BM ഇൻറ്റു ഏരിയ. മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, മാക്സിമം ഫ്ലക്സ് ആണ്, ഫ്ലക്സ് അല്ല, മാക്സിമത്തിൽ വെച്ചാണ് എടുക്കുക. ആ ഡെറിവേഷൻ കിട്ടുന്നത്. ഓക്കെ. E2 ഇക്വേഷൻ ആണെങ്കിലോ E2 ഈക്വൽസ് ടു 4.44 f/m ഇൻറ്റു N2. അതിലും 5m എന്ത് കൊടുക്കണം? BM ഇൻറ്റു ഏരിയ കൊടുക്കാം, പ്രോബ്ലം അനുസരിച്ചിട്ട്. വോൾട്ടാണ്, EMF ഇൻ വോൾട്ടാണ് അല്ലേ. എല്ലാവരും യൂണിറ്റ് നോക്കിക്കൊള്ളണം. F എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഇൻ ഹെഡ്സ്, 5m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മാക്സിമം ഫ്ലക്സ്, യൂണിറ്റ് വെബർ. എന്ന് വെച്ചാൽ ടേൺസ്, നമ്പറാണ് യൂണിറ്റ് അല്ലേ. BM എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്താണ്? എന്താണ് എൻ്റെ യൂണിറ്റ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. ഏരിയ എന്ന് വെച്ചാൽ മീറ്റർ സ്ക്വയർ. നോക്കണം. അപ്പോൾ ഇക്വേഷൻസ് നോക്കുക. അതായത് നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്ത് സെക്കൻഡ് EMF ആണ് ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്പർ ഓഫ് ടേൺസും ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസി ഫ്ലക്സ് ചെയ്യില്ല, അതിനനുസരിച്ച് വാല്യൂസ് ഉണ്ടാകും. മെയിനായിട്ട് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഒരു തവണ നമ്മൾ പ്രൈമറിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ടേൺസ് മാത്രമാണ്. അത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ എല്ലാ സമയത്തും എത്ര ഇൻപുട്ട് വോൾട്ടേജ് വരുന്നോ അതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. എത്ര ഇൻപുട്ട് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഫിക്സഡ് ആക്കിയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കാൻ കഴിയും.
ഓക്കെയാണ്. ഇനി നമുക്ക് ഇതാണ് EMF ഇക്വേഷൻ. ഇതിനകത്ത് E1/E2 അല്ലെങ്കിൽ E2/E1 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് കട്ടായിട്ട് N2/N1 വരും. അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതാണ് EMF ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഔട്ട്ലൈൻ പറയാം. EMF ഇക്വേഷൻ എടുക്കുന്ന ട്രാൻസ്ഫോമർ എടുക്കുക, N1 N2 നമ്പർ ഓഫ് ടേൺസ് അല്ലെ പ്രൈമറി സെക്കൻഡറി. ഞാൻ എന്തുകൊണ്ട് 5M പോയി? എനിക്ക് വേണ്ടത് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? N × d∅dt ആണ് ജനറൽ ഇക്വേഷൻ. d∅dt വേണം അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അത് വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഒന്നെങ്കിൽ മാത്തമെറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻ എടുത്ത് d∅ ഡെറിവേറ്റീവ് എടുത്തൊക്കെ നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനത്തെ ഒരു ഡെറിവേഷൻ എല്ലാവർക്കും കാണും. തൽക്കാലം ഒന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്താണ് നമുക്ക് ആ വേവ് ഫോം. അപ്പം അപ്ലൈ ചെയ്ത വോൾട്ടേജ് സൈനസോയിലാണ്, വേവ് ഫോം ഫ്ലക്സ് സൈനസോയിലാണ്. ഫ്ലക്സിൻ്റെ d∅dt ആണ് ഇക്വേഷൻ. അതുകൊണ്ടാണ് ഫ്ലക്സിൻ്റെ വേവ് ഫോം തൊട്ട് പോകുന്നത്. 5M വെച്ചാൽ മാക്സിമം ഫ്ലക്സ്. ആ വാല്യൂ എനിക്ക് അറിയില്ല, ഞാൻ ജനറലായിട്ട് എടുക്കുന്നതാണ് അല്ലേ. അതായത് ഒരു സൈക്കിൾ ടൈം പീരീഡ് T ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് 1/f ആണ്. ടൈം പീരീഡ് എനിക്കാണെങ്കിൽ ഫ്രീക്വൻസി ആണ് എന്നാണ്. സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി എനിക്കറിയാം, 50 Hz 60 Hz. അങ്ങനെയാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ട് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം 5M എന്ന് പറഞ്ഞ വാല്യൂ എത്തുന്നത് എത്ര സമയത്താണ്? T/4 എന്ന് പറഞ്ഞൊരു ടൈമിലാണ് അല്ലേ. 5M എന്ന് പറഞ്ഞ വാല്യൂ എത്തുന്നത് T/4 എന്ന് പറഞ്ഞൊരു ടൈമിലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് വെച്ചാൽ d∅dt. 5M/ ആ സമയം എന്താ, ആ ഫ്രീക്വൻസി എന്താണ്? 1/f എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് അല്ലേ. ഓക്കെ അല്ലേ. അത് ചെയ്യുമ്പോൾ എനിക്ക് 5M × 4f എന്ന് കിട്ടി. ഇനി ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ആണ് ഈ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ജനറലായിട്ട് d∅dt ഇക്വേഷനകത്ത് ചെയ്തൊക്കെ മനസ്സിലാവുന്ന എന്താണ്? T/N ആണ് അല്ലേ. അതായത് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ് ഈ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് സൈനസോഡൽ വേവ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ RMS കിട്ടാൻ വേണ്ടി ഫോം ഫാക്ടർ ടൈം വരാം. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RMS വാല്യൂ ബൈ ആവറേജ് ആയിട്ടാണ്. സൈനസോഡൽ വേവ് ഫോം 1.13 ആണ്. അത് പറഞ്ഞാൽ മതിയാവും, അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ആ RMS വാല്യൂ ആവറേജ് വാല്യൂ × 1.11 മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4.44f5M. അപ്പോൾ 5M മറ്റൊരു ഇക്വേഷൻ BM × ഏരിയ, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ. ഇതെല്ലാം യൂണിറ്റ് എല്ലാം വ്യക്തമായി എഴുതിക്കൊള്ളണം. അത് പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലത്തിൽ അപ്പത്തേക്കും ടെസ്റ്റ് നമുക്ക് യൂണിറ്റ് വയ്ക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് EMF ഇക്വേഷൻ. ഇനി നമുക്ക് പഠിക്കുള്ള വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റിലേഷൻ പറഞ്ഞിട്ട് പ്രോബ്ലമാണ് ചെയ്യാൻ മെയിനായിട്ട്. ഇനി പ്രോബ്ലം നോക്കണം, EMF ഇക്വേഷനും റിലേറ്റ് ചെയ്ത പ്രോബ്ലം. അതിനുശേഷം ട്രാൻസ്ഫോമറിൻ്റെ ഓപ്പറേഷനൊക്കെ നമ്മൾ കിടക്കും. ട്രാൻസ്ഫോമറിൻ്റെ അതിന് പിടിക്കുന്നത് നോ ലോഡ് ഓപ്പറേഷനാണ്, ലോഡ് ഇല്ലാത്ത സമയത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ്. അതിനുശേഷം ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ്. ആ ലോഡിന് പല ടൈപ്പ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, റെസിസ്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ് ഇല്ലേ. ഇനി അതിൽ തന്നെ നമുക്കപ്പോൾ ഈ ഫേസർ ഡയൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫേസർ ഡയൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെയാണ്. ഇത് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസും EMF ഇക്വേഷനും എല്ലാ ആൾക്കാരും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, പഠിച്ചോളാം. ഇതിൻ്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ്. ഇതുവരെ പഠിച്ചതിൻ്റെ പകുതി കൂടുതൽ പോർഷൻസ് ആവുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ട്രാൻസ്ഫോമർ ലോഡിൽ കണക്ട് ചെയ്യുമ്പോൾ നോ ലോഡ് ആദ്യം പറയും. അതിനുശേഷം ലോഡിൽ കണക്ട് ചെയ്യുന്ന കാര്യം പറയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫേസർ അനാലിസിസ് പറയും. പിന്നെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് ട്രാൻസ്ഫോമർ എങ്ങനെ വരയ്ക്കുക, എന്തൊക്കെ ടൈം ആവാം. അതാണ് ഫസ്റ്റ് മുതലായിട്ട് ഇത്ര ടോപ്പിക്കാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, എല്ലാ ആൾക്കാരും പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കണം. ആരും സംശയം ചോദിക്കാതിരിക്കരുത്, ഓപ്പണായി ചോദിക്കണം. നമുക്കൊരു ഫസ്റ്റ് മുതൽ ഏകദേശം ഒരു പോർഷൻസ് ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സോട് നിങ്ങൾ അറേഞ്ച് ചെയ്യാം, ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ സംശയങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കുക. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ എനിക്കൊന്ന് റിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യുകയാണോ, ഇതിങ്ങനെ പോയാൽ മതിയാകുമോ, വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അറിയിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും പഠിക്കുക, എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.